അപ്പോൾ നമ്മളെ നെമ്മീൻ ചൂര പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, രുചിക്കൂട്ട് 23യിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നെമ്മീൻ ചൂര കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ അതൊന്ന് ഒരു പെരട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നാരയ്ക്ക, 3 പച്ചമുളക്, 2 തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇതിലിട്ടൊന്ന് പെരട്ടി വയ്ക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നല്ല മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒരു നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണ്. ഇതൊന്ന് മിക്സാക്കി വയ്ക്കണം. ഒന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണേ. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് തീ ഒന്ന് കൂട്ടുകയാണ്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഈ പെരട്ടി വെച്ചിരിക്കുന്ന മീനൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് 2 സൈഡ് കുറേശ്ശെ ഒന്ന് മൂക്കണം. ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് മൂക്കാനുണ്ട്. ഇതൊന്ന് ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കാം. പകുതിയോളം ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് കോരിയെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്, അതൊന്ന് കോരിയെടുക്കാം. ഇത് മൂത്ത് കോരി മാറ്റുകയാണ്. ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ആ എണ്ണയിൽ തന്നെ ഇടുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ളത് ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കൂടെ 4 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും
ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത്. ഇത് നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഒന്ന് വാടി വരണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഇതാണ്. ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേ പച്ചമുളക് ഉള്ളിയെല്ലാം നല്ലവണ്ണം വേവുള്ളൂ. ഇതൊന്ന് നല്ലവണ്ണം ഉള്ളി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് തക്കാളി കൂടെ ഇട്ട് തക്കാളിയും കുറച്ച് കരിയേപ്പിലയും അതൊന്ന് നല്ലവണ്ണം തക്കാളി ഇട്ട് നല്ലവണ്ണം ഇളക്കണ്ട. തക്കാളി ഇട്ടിട്ട് ഒരല്പസമയം അടച്ച് വെച്ച് വേവിച്ച് ആവി കയറുമ്പോൾ അത് നല്ലവണ്ണം വേവും. നല്ലവണ്ണം തക്കാളിയും വെന്തിട്ടുണ്ട്. ഇനി അതിൽ ഇത്തിരി പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അത് ഒന്ന് കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും എരിയൊക്കെ വേണം, അതുകൊണ്ട് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് എരി കുറച്ചും ചെയ്യാം. നല്ല മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ഒന്നിട്ട് പച്ചമണം അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം, കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പെല്ലാം നല്ല വെന്ത് എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പ് കുറവാണ്, ശകലം ഉപ്പിടണം. ശകലം ഇതൊന്ന് അടച്ചൊന്ന് വേവിച്ച്. കൂട്ടെല്ലാം നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. അപ്പോൾ വറുത്ത് വച്ചിരിക്കുന്ന മീൻ അതിലോട്ടിടാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല മുളക് പൊടി കൂടുതലിട്ടത് കൊണ്ടാണ് അതിൻ്റെ ഒരു കളറ്. പക്ഷേ നല്ല കുറുകിയിട്ടുണ്ട്. നല്ല ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മളെ നെമ്മീൻ ചൂര പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയാം, എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ചോറിനും കപ്പയുടെ കൂടെയും വേണമെങ്കിൽ പലഹാരത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്ന ഒരു കറിയാണത്. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ചീത്തയാകാതെ ഇരിക്കുകയും ചെയ്യും. 2 ദിവസമൊക്കെ വെച്ച് കൂട്ടാവുന്ന ഒരു കറിയാണത്.
ഓക്കേ.